ഹായ് ഹലോ പെർസെൻറ്റേജിൻ്റെ നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2 ക്ലാസ്സുകളിലായി വളരെ സാവകാശം വൃത്തിയായിട്ട് എന്താണ് പെർസെൻറ്റേജ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഞാൻ പറഞ്ഞു പെർസെൻറ്റേജിൻ്റെ ചേട്ടനെക്കുറിച്ച് ഇനി പഠിക്കാനുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ്, അളിയന്മാരുണ്ട്, അല്ലെങ്കിൽ അമ്മാവന്മാരുണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും അല്ലേ. അപ്പോൾ ഇത് നല്ല തറവാകണം, നല്ല ക്ലിയർ ആവണം, എന്നാലേ നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പം ശ്രദ്ധിച്ച് ക്ലാസ് കേട്ട് നിങ്ങൾ അറിയാവുന്ന ചാപ്റ്റർ ആണെങ്കിലും ക്ലാസ് കേട്ടോ, കുറേ കാര്യങ്ങൾ എക്സ്ട്രാ കിട്ടും മക്കളെ, കുറേ കൺസെപ്റ്റുകൾ നല്ല ക്ലിയർ ആവും. ശരി, നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവരാണെങ്കിൽ നമുക്ക് ജോസ് കാപ്പൻ എന്ന പേരിൽ ഒരു ടെലഗ്രാം ചാനലുണ്ട്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ടെലഗ്രാമിൽ കയറി ക്യാപിറ്റൽ ലെറ്ററിൽ JOSEKAPPEN എന്ന് സെർച്ച് ചെയ്താൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ജോയിൻ ചെയ്യുക, അപ്ഡേറ്റുകൾ കറക്റ്റ് അവിടെ കിട്ടുന്നതാണ്. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇത് കാണാൻ തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും നല്ലൊരു കമൻറ്റ് ക്ലാസ്സുകൾ ഇഷ്ടമായാൽ മാത്രം ചെയ്യുകയും ചെയ്യാം കേട്ടോ. എനിക്കെന്നല്ല, ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ആരുടെയാണെങ്കിലും ഇതൊന്ന് ചെയ്ത് ശീലിക്കുക. നമുക്ക് ക്ലാസ്സുകൾ എടുക്കുന്നവർക്ക്, ഇതിൻ്റെ പുറകിൽ കഷ്ടപ്പെടുന്നവർക്ക് അത് നല്ലൊരു പ്രോത്സാഹനമാകും എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു കേട്ടോ. ശരി മക്കളെ, നമുക്ക് തുടങ്ങാം. നമ്മൾ 4 ടൈപ്പ് ഓൾറെഡി കഴിഞ്ഞു അല്ലേ. യെസ്, നമ്മൾ 5ാമത്തെ ടൈപ്പിലേക്ക് വരുവാണ്. 5ാമത്തെ ടൈപ്പ് ശ്രദ്ധിച്ചിരുന്നോണേ. ഒരു സംഖ്യയുടെ 30% 120 ആയാൽ സംഖ്യ ഏത്? ഇതാണ് നമ്മുടെ ചോദ്യം. ഒരു സംഖ്യയുടെ 30% 120 ആയാൽ സംഖ്യ ഏത്? സാധാരണഗതിക്ക് ചെയ്യുന്ന ഒരാൾ ഒരു സംഖ്യ എക്സ് എന്നെടുത്തു അല്ലേ. സംഖ്യയുടെ 30% എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു 30/100. ഇതാണ് ഒരു സംഖ്യയുടെ 30%. ഈ 30% എന്ന് പറഞ്ഞാൽ 120 ആണെന്ന് തന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു സംഖ്യ എക്സ് എന്നെടുത്തു, അതിൻ്റെ 30% 120 ആണ്. അപ്പോൾ ഇൻറ്റു 30/100 ആണ് 120. ഇതിൽ നിന്ന് ആ സംഖ്യ എക്സ് കണ്ടുപിടിക്കാം അല്ലേ. ഈ 100 മുകളിലേക്ക് പോകും. 120 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 30 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഈ സോൾവ് ചെയ്ത ഉത്തരവായി ഇതും കൂടെ വെട്ടിക്കളയാം. 4 ഇൻറ്റു 100 ആൻസർ 400 എന്നാണ് കിട്ടുന്നത്. ഇതാണ് സാധാരണഗതിക്ക് നോർമലായിട്ട് ഈ കണക്ക് ചെയ്യുന്ന ഒരാൾ ചെയ്യുന്ന രീതി. സംഖ്യ എക്സ് എന്ന് എടുത്തു, അതിൻ്റെ 30% 120, അതിൽ നിന്ന് എക്സ് കണ്ടുപിടിച്ചു, സംഖ്യ കണ്ടുപിടിച്ചു, നമുക്ക് 400 എന്ന ആൻസർ കിട്ടി. ഇത് നോർമൽ രീതി. പക്ഷെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഈ ഒരു ശൈലിയിലല്ല, ഇങ്ങനെയല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചെയ്യുന്ന ശൈലി ശ്രദ്ധിച്ച് കേട്ടോ. ഏതോ ഒരു സംഖ്യയുടെ 30% നമുക്കറിയാം. എത്രയാ? 30% എന്ന് പറഞ്ഞാൽ 120 ആണ് അല്ലേ. ആ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കണം മക്കളെ. ആ സംഖ്യ എന്ന് പറഞ്ഞാൽ 100%. ഓക്കെ, അപ്പം 30% 120 ആണെങ്കിൽ 100% എത്ര എന്ന് കണ്ടുപിടിക്കുന്നതായിരിക്കും നമ്മുടെ ഉത്തരം. ഏതോ ഒരു സംഖ്യയുടെ 30% എനിക്കറിയാം 120. ആ സംഖ്യ കാണുക എന്ന് പറഞ്ഞാൽ മക്കളെ, ഒരു സംഖ്യയുടെ 100% എന്താ? ആ സംഖ്യ തന്നെയാണെന്നല്ലേ നമ്മൾ പഠിച്ചേ. ഏതൊരു സംഖ്യയുടെ 100% എന്ന് പറഞ്ഞാൽ ആ സംഖ്യ തന്നെയായിരിക്കും. ആണല്ലോ, ഏതൊരു സംഖ്യയുടെ 100% ആ സംഖ്യ തന്നെയായിരിക്കും. അപ്പോൾ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 100% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. ഏതോ ഒരു സംഖ്യയുടെ 30% 120 തുല്യമാണ്. ആ സംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ ആ സംഖ്യയുടെ 100% ഏതിന് തുല്യമാണെന്ന് നോക്കിയാൽ മതി. 30% 120 തുല്യമാണെങ്കിൽ 100% ഏതിന് തുല്യമാണെന്ന് നോക്കണം. ഓക്കെ, ഇത് നോക്കാൻ നമുക്ക് ചെയ്യാവുന്ന മാർഗങ്ങൾ, ഒന്ന്, ഇങ്ങനെ എത്ര ഇരട്ടിയാണ് എന്നറിയാമോ എന്ന് നോക്കാം മനക്കണക്കായിട്ട്. 30 120 ആയാൽ നമുക്കറിയാം 4 ഇരട്ടിയാണ്. ആണോ? അതേ 4 ഇരട്ടി ഇങ്ങോട്ട് എടുത്താൽ ഉത്തരം കിട്ടും. സോ ഇൻറ്റു 4, ആൻസർ 100 ഇൻറ്റു 4 400. ഇതാണ് ഒരു മാർഗം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് സാധാരണഗതിയിൽ ചെയ്യാറ്. പക്ഷെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഇതൊന്നും നോക്കണം. 30 120 ആയാൽ ഇൻറ്റു 4 ഇരട്ടിയാണ് അല്ലേ. അപ്പം 100 ഇൻറ്റു 4 ആയിരിക്കും ഉത്തരം 400. പറഞ്ഞ മനസ്സിലായോ? ഈ ഇങ്ങനെ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. കേൾക്കണുണ്ടോ മക്കളെ? ഓക്കെ, അപ്പം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നറിയാമല്ലോ. ഇത് തമ്മിൽ ഗുണിക്കുക, ഡിവൈഡഡ് ബൈ ഈ 30 ചെയ്യുക അല്ലേ. സോ 100 ഇൻറ്റു
20 ഡിവൈഡഡ് ബൈ 30 ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് ഈ 400. ഇതിനെയാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത്ര എഴുതി സമയം കളയണ്ട, നിങ്ങൾ ആദ്യം നോക്കണം ഇത് എത്ര ഇരട്ടിയാണെന്ന് എല്ലാ കണക്ക് വരുമ്പോൾ ഇത് നോക്കണം. അറിയാമെങ്കിൽ നമ്മൾ എന്തിന് വെറുതെ എഴുതി സമയം കളയുന്നു? ഇത് 4 ഇരട്ടിയാണെന്ന് അറിയാമെങ്കിൽ ഇങ്ങോട്ട് 4 ഇരട്ടി എടുത്താൽ ഉത്തരം കിട്ടിക്കോളും. നമ്മൾ വെറുതെ എഴുതി സമയം കളയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ മക്കളെ? ഓക്കെ, അറിയത്തില്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, അറിയാമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. കേട്ടല്ലോ. അപ്പോൾ ഈ ഒരു ശൈലിയാണ് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത്. ഈ മെത്തേഡ് അല്ല, ഈ മെത്തേഡ് ഫോളോ ചെയ്യേണ്ട. ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് ഉത്തരം കണ്ടുപിടിക്കുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം, സിമ്പിളാണ്. ഏതോ ഒരു സംഖ്യ അതിൻ്റെ 30% എനിക്കറിയാം, അത് 120 ആ സംഖ്യ എത്രയാണെന്ന് കാണാൻ 100% എത്രയാണെന്ന് നോക്കിയാൽ മതി. ഒരു സംഖ്യയുടെ 100% കാണുക എന്ന് പറഞ്ഞാൽ ആ സംഖ്യ എത്രയാണെന്ന് കണ്ടുപിടിക്കുക എന്നർത്ഥം. 30% 120 തുല്യമാണെങ്കിൽ 100% ഏതിന് തുല്യമാണ് എന്ന് നോക്കിയാൽ ആ സംഖ്യ കിട്ടും. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അത് 4 ഇരട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതേ 4 ഇരട്ടി ഇങ്ങോട്ട് എടുത്ത ഉത്തരവായി ആൻസർ 400. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മുടെ അടുത്ത ചോദ്യം മക്കളെ, ഒരു സംഖ്യയുടെ 25% 36 തന്നിട്ടുണ്ട് എങ്കിൽ ഏതാണ് ആ സംഖ്യ എന്നാ. 25% 36 ആ സംഖ്യ കാണാൻ 100% എത്രയാണെന്ന് നോക്കണം. ആണോ? 25% 36 ആ സംഖ്യ കാണാൻ 100% എത്രയാണെന്ന് നോക്കണം. ഞാൻ ആദ്യം ചെക്ക് ചെയ്തു ഇത് എത്ര ഇരട്ടിയാണെന്ന് എനിക്കറിയാമോ എന്ന് നോക്കി. 25 36 ആകുക എന്ന് പറഞ്ഞാൽ എത്ര ഇരട്ടിയാണെന്ന് അറിയില്ല. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പം പിന്നെ അടുത്ത മാർഗം എന്താണെന്നറിയാവോ? ഇങ്ങോട്ട് എത്ര ഇരട്ടിയാണെന്ന് അറിയാവോ നോക്കണം. അറിയാം, 4 ഇരട്ടിയാണ് അല്ലേ. അതേ 4 ഇരട്ടി ഇങ്ങോട്ട് എടുത്ത ഉത്തരം കിട്ടും മക്കളെ. 36 × 4 144 ഇതിൻ്റെ ഉത്തരം. കണ്ടോ? ഇതാണ് മറ്റൊരു മാർഗം. അപ്പോൾ ആദ്യം നിങ്ങൾ ഇത് എത്ര ഇരട്ടിയാണോ എന്ന് ചെക്ക് ചെയ്യണം. അത് അറിയാമെങ്കിൽ അതേ ഇരട്ടി ഇങ്ങോട്ട് എടുത്ത ഉത്തരം കിട്ടും. അതറിയത്തില്ലെങ്കിൽ താഴേക്ക് എത്ര ഇരട്ടിയാണെന്ന് അറിയാവോ നോക്കണം. അതേ ഇരട്ടി ഇങ്ങോട്ട് താഴേക്ക് എടുത്താൽ ഉത്തരം കിട്ടും. ഈ രണ്ട് മെത്തേഡും ശരിയാവാത്ത കേസിൽ മാത്രം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് സമയം കളഞ്ഞാൽ മതി. ശരി, മുന്നോട്ട് പോവാൻ. നെക്സ്റ്റ് വൺ, ഒരു സംഖ്യയുടെ 15% 900. ഒരു സംഖ്യയുടെ 15% 900. ഓക്കെ, എങ്കിൽ ആ സംഖ്യ എന്ന് ചോദിച്ചാൽ 100% എത്രയാണെന്ന് നോക്കണം. ആണോ? 15% 900 ആണെങ്കിൽ സംഖ്യ കാണാൻ 100% എത്രയാണെന്ന് നോക്കണം. നമുക്ക് ഇത് എത്ര ഇരട്ടിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ കിട്ടാൻ സാധ്യതയില്ല. 60 ഇരട്ടിയാണ്. ഇനി താഴേക്കും എത്ര ഇരട്ടിയാണെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തേക്കാം. ആദ്യം ഇത് തമ്മിൽ ഗുണിക്കണം. 100 × 900 ശരിയാണോ മക്കളെ? ഡിവൈഡഡ് ബൈ ഈ ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പം ഈ 15 കൊണ്ട് ഹരിക്കണം അല്ലേ. രണ്ടറ്റത്തും ഇതിൻ്റെ രണ്ടറ്റത്ത് സംഖ്യകളുണ്ട്. ഇവിടെ സംഖ്യയുണ്ട്, ഇവിടെ സംഖ്യയുണ്ട്. രണ്ടറ്റത്ത് സംഖ്യകളുള്ളത് തമ്മിൽ ഗുണിക്കുക. ഒരറ്റത്തെ സംഖ്യ ഉള്ളെങ്കിൽ താഴെ ഹരിക്കുക. ക്ലിയർ ആണല്ലോ? യെസ്. ഈ 15ഉം 90 വെട്ടിപ്പോയി 6 60 കിട്ടും. ആൻസർ 6000 അല്ല 6000 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇതാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ എപ്പോഴും ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം ഇത് എത്ര ഇരട്ടിയാണ് എന്ന് മനക്കണക്കായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കണം. പറ്റുമെങ്കിൽ അതേ ഇരട്ടി ഇങ്ങോട്ട് എടുത്ത ഉത്തരവായി. ഇനി അതറിയില്ലെങ്കിൽ അടുത്തത് ഇങ്ങോട്ട് എത്ര ഇരട്ടിയാണെന്ന് അറിയാവോ നോക്കണം. അതേ ഇരട്ടി ഇങ്ങോട്ട് എടുത്ത ഉത്തരം കിട്ടും. ഇത് രണ്ടും അറിയത്തില്ലാത്ത സാഹചര്യത്തിൽ മാത്രം ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓപ്പോസിറ്റ് കിടക്കുന്നത് ഗുണിക്കുക, ഒറ്റയ്ക്ക് കിടക്കുന്നതിനെ, ഇതാണ് ഇവിടെ ഒറ്റയ്ക്ക് ഒരു സൈഡ് ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ, ഒറ്റയ്ക്ക് കിടക്കുന്നതിനെ താഴെ ഹരിക്കുക. അതാണ് ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നമ്മുടെ ഈ 5ാമത്തെ ടൈപ്പ് നന്നായിട്ട് മനസ്സിലായോ? എങ്കിൽ നമ്മൾ പോകുന്നു 6ാമത്തെ ടൈപ്പ് ചോദ്യത്തിലേക്ക്. ടൈപ്പ് 6 ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്റ്റാർ കൊടുത്തേരെ ഈ മോഡൽ ചോദ്യത്തിന്, കാരണം ഇത് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ചോദ്യം എന്ന്. ചോദ്യം ഇതാണ്: ഒരു സംഖ്യയുടെ 80%-നോട് ഒരു സംഖ്യയുടെ 80%-നോട് 80 കൂട്ടിയാൽ ആ സംഖ്യ തന്നെ കിട്ടും എങ്കിൽ സംഖ്യ ഏത്? ഒത്തിരി തവണ വന്നിട്ടുണ്ട് മക്കളെ ഈ ചോദ്യം കേട്ടോ. ഈ ഒരു പാറ്റേൺ, ഒരു സംഖ്യയുടെ 80%-നോട് 80 കൂട്ടി, അപ്പോൾ ആ സംഖ്യ തന്നെ കിട്ടി എങ്കിൽ സംഖ്യ ഏത്? മക്കളെ ശ്രദ്ധിച്ചു.
സാധാരണഗതിയിൽ ഒരു സംഖ്യയുടെ 80% ഇവർ പറഞ്ഞേക്കുക, ഒരു സംഖ്യയുടെ 80% 80 കൂട്ടിയപ്പം എന്ത് സംഭവിച്ചു? ആ സംഖ്യ തന്നെ കിട്ടി എന്ന് പറഞ്ഞാൽ 100% കിട്ടി എന്നല്ലേ അർത്ഥം. ഒരു സംഖ്യയുടെ 80% 80 കൂട്ടിയപ്പോൾ ആ സംഖ്യ തന്നെ കിട്ടി. 80% 80 കൂട്ടിയപ്പോൾ ആ സംഖ്യ തന്നെ കിട്ടി എന്ന് പറഞ്ഞാൽ 100% കിട്ടി എന്നല്ലേ. ഒരു സംഖ്യയുടെ 100% എന്ന് പറയുന്നതല്ലേ ആ സംഖ്യ. അപ്പോൾ 80% 80 കൂട്ടിയപ്പോൾ ആ സംഖ്യ തന്നെ കിട്ടി എന്ന് പറഞ്ഞാൽ 100% കിട്ടി എന്നർത്ഥം അല്ലേ. 80% 80 കൂട്ടിയപ്പോൾ ആ സംഖ്യ തന്നെ കിട്ടി. സംഖ്യ തന്നെ കിട്ടി എന്ന് പറഞ്ഞാൽ മുഴുവൻ കിട്ടി. മുഴുവൻ എന്ന് പറഞ്ഞാൽ 100%. ഓക്കെ, ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. 80% കൂടെ 20% കൂട്ടുമ്പോഴാണ് 100% ആകുക. 80% പ്ലസ് 20% അല്ലേ 100. ആ 20% സ്ഥാനത്താണ് ആര് കിടക്കുന്നത്? 80 കിടക്കുന്നത്. അപ്പം സംഖ്യയുടെ 20% 80 തുല്യമാണെന്നല്ലേ മക്കളെ അതിൻ്റെ അർത്ഥം അല്ലേ. ഇതുണ്ടോ? 80% പ്ലസ് 20% 100%. ആ 20% സ്ഥാനത്ത് 80 കിടക്കുന്നത് ആണോ? അപ്പോൾ സംഖ്യയുടെ 20% എന്നത് 80 തുല്യമാണ്. സംഖ്യ കാണാൻ 100% എന്നത് എത്രയാണെന്ന് നോക്കണം. സംഖ്യ എന്ന് പറഞ്ഞാൽ എപ്പോഴും 100% അല്ലേ. നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാം. ഇത് എത്ര ഇരട്ടിയാ? 4 ഇരട്ടിയല്ലേ മക്കളെ. അപ്പോൾ ഇങ്ങോട്ട് 4 ഇരട്ടി എടുത്താൽ പോരെ. ആൻസർ എത്ര വരും? 400 അല്ലേ. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇത് ചെയ്യാം. ഇത് എത്ര ഇരട്ടിയാ? 5 ഇരട്ടിയല്ലേ മക്കളെ. ഇങ്ങോട്ട് 5 ഇരട്ടി എടുത്താലും പോരെ. 5 40, എന്നാലും ഉത്തരം 400 കിട്ടും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് എത്ര വരും? 400 എന്ന് വരും. 400. അപ്പോൾ ഈ ഒരു മോഡൽ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമുകൾക്ക് വരാറുണ്ട് കൂടുതലായിട്ട് കേട്ടോ. അടുത്തൊരു ചോദ്യം. ഒരു സംഖ്യയുടെ 60% 360 കൂട്ടിയാൽ ആ സംഖ്യ തന്നെ കിട്ടും. സംഖ്യ ഏത്? 60% 360 കൂട്ടിയാൽ ആ സംഖ്യ തന്നെ കിട്ടുമെന്ന് പറഞ്ഞാൽ 100% കിട്ടുമെന്നർത്ഥം. 60% 360 കൂട്ടിയാൽ ആ സംഖ്യ തന്നെ കിട്ടും എന്ന് പറഞ്ഞാൽ 100% കിട്ടും. എങ്കിൽ ആ സംഖ്യ എന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം 60% പ്ലസ് 40% 100%. ആണോ? 60% പ്ലസ് 40% 100%. ആ 40% സ്ഥാനത്താണ് 360 കിടക്കുന്നത്. അപ്പോൾ സംഖ്യയുടെ 40% എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ 360 തുല്യമാണ്. 100% എത്ര എന്ന് നോക്കുന്നതായിരിക്കും നമ്മുടെ ഉത്തരം. ശരിയല്ലേ? നമുക്കറിയാം ഇത് എത്ര ഇരട്ടിയാ മക്കളെ? 9 4 36 ആണോ? 9 ഇരട്ടിയല്ലേ. അപ്പം ഇങ്ങോട്ട് 9 ഇരട്ടി എടുക്കുന്നതല്ലേ ഉത്തരം. അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം കേട്ടോ. ആൻസർ 900 എന്നാണ് കിട്ടുന്നത്. കണ്ടോ? 60% കൂടെ 360 കൂട്ടിയപ്പോൾ സംഖ്യ കിട്ടി എന്ന് പറഞ്ഞാൽ 100% കിട്ടി. 60% പ്ലസ് 40% അല്ലേ 100%. അപ്പം 40% എന്ന് പറഞ്ഞാൽ 360 100% എത്ര എന്ന് നോക്കിയ ഉത്തരവായി. ഓക്കെ ആണല്ലോ. ശരി, മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം. ഒരു സംഖ്യയുടെ 40% 120 കൂട്ടിയപ്പോൾ ആ സംഖ്യയുടെ ഇരട്ടിയാകുന്നു. മക്കളെ 40% 120 കൂട്ടിയപ്പോൾ സംഖ്യയുടെ ഇരട്ടിയാകുന്നു എന്നാ. 40% 120 കൂട്ടിയപ്പോൾ സംഖ്യ കിട്ടിയെന്ന് പറഞ്ഞാൽ 100% കിട്ടിയെന്നല്ലേ എടുക്കുന്നത് നമ്മൾ. ആണ്. സംഖ്യയുടെ ഇരട്ടി കിട്ടിയെന്ന് പറഞ്ഞാൽ എന്താ? 200% കിട്ടിയെന്നല്ലേ അർത്ഥം. ഒരു സംഖ്യയുടെ 100% എന്ന് പറഞ്ഞാൽ ആ സംഖ്യയാണ്. സംഖ്യയുടെ 200% എന്ന് പറഞ്ഞാൽ സംഖ്യയുടെ ഇരട്ടിയാണ്. അപ്പം സംഖ്യയുടെ ഇരട്ടി കിട്ടിയെന്ന് പറഞ്ഞാൽ 200% കിട്ടിയെന്നാണ്. അപ്പം 40% കൂടെ 120 കൂട്ടിയപ്പോൾ സംഖ്യയുടെ ഇരട്ടി കിട്ടി എന്ന് പറഞ്ഞാൽ സംഖ്യയുടെ 200% കിട്ടിയെന്നാണ്. ഓക്കെ, ഇനി 40% പ്ലസ് 160% അല്ലേ ആകെ 200. 40 പ്ലസ് 160 അല്ലേ 200. ആ 160% സ്ഥാനത്തല്ലേ 120 കിടക്കുന്നേ. അപ്പം സംഖ്യയുടെ 160% എന്ന് പറയുന്നതാണ് 120. സംഖ്യ കാണാൻ എപ്പോഴും 100% എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ശരിയാണോ?
ഞാൻ ഇങ്ങനെ നോക്കി എത്ര ഇരട്ടിയാണെന്നറിയാവോ? ഇല്ല. യെസ്. എങ്കിൽ താഴേക്ക് നോക്കി എത്ര ഇരട്ടിയാണെന്നറിയാവോ? ഇല്ല. അപ്പം നമ്മുടെ മുന്നിലുള്ള മാർഗം എന്താ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം 100 ഇൻറ്റു 120 ഡിവൈഡഡ് ബൈ 160. കണ്ടോ? യെസ്. 20 വെച്ച് വെട്ടിക്കളയാം, ഇത് 40 വെച്ച് വെട്ടിക്കളയാം, ഇത് 3 തവണ. 40 വെച്ച് വെട്ടുമ്പം ഇത് 4 തവണ. 4ഉം 100ഉം വെട്ടിക്കളയാം, 25 ഇൻറ്റു 3. നമ്മുടെ ആൻസർ 75 എന്നാണ് മക്കളെ വരുന്നത്. 75 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഒരു സംഖ്യയുടെ 40% കൂടെ 120 കൂട്ടിയപ്പോൾ സംഖ്യയുടെ ഇരട്ടി കിട്ടിയെന്ന് പറഞ്ഞാൽ 200% കിട്ടിയെന്ന. ഇരട്ടി കിട്ടിയെന്ന് പറഞ്ഞാൽ സംഖ്യ കിട്ടിയെന്ന് പറഞ്ഞാൽ 100% കിട്ടിയെന്നല്ലേ? സംഖ്യയുടെ ഇരട്ടി കിട്ടിയെന്ന് പറഞ്ഞാൽ 200% കിട്ടിയെന്ന. അപ്പം 40% പ്ലസ് എത്രയായി? 200% പ്ലസ് 160%ആണ് 200%. ആ 160ൻ്റെ സ്ഥാനത്താണ് 120 കിടക്കുന്നത്. അപ്പം സംഖ്യയുടെ 160% 120 തുല്യമാണെങ്കിൽ സംഖ്യ കാണാൻ 100% എത്രയാണെന്ന് കാണണം. ശരി, അടുത്തൊരു ചോദ്യം. ഒരു സംഖ്യയുടെ 30%നോട് 160 കൂട്ടിയപ്പോൾ സംഖ്യയുടെ പകുതി കിട്ടി എങ്കിൽ സംഖ്യ ഏത്? മക്കളെ, 30%നോട് എത്ര കൂട്ടി? 160 കൂട്ടിയപ്പോൾ സംഖ്യയുടെ പകുതി കിട്ടി എന്ന് പറഞ്ഞാൽ സംഖ്യയുടെ 50% കിട്ടി എന്നല്ലേ മക്കളെ അർത്ഥം? പകുതി കിട്ടി എന്ന് പറഞ്ഞാൽ 50% കിട്ടി എന്നല്ലേ അർത്ഥം? ആണ്. അപ്പം നമുക്കറിയാം 30% പ്ലസ് 20% അല്ലേ 50%? 30% പ്ലസ് 20% അല്ലേ 50%? ആ 20%ൻ്റെ സ്ഥാനത്തല്ലേ 160 കിടക്കുന്നേ? ആണോ? അപ്പോൾ സംഖ്യയുടെ 20% എന്നത് 160ന് തുല്യമാണ്. സംഖ്യ കാണാൻ 100% എത്രയാണെന്ന് നോക്കണം. ആണോ? ഇത് എത്ര ഇരട്ടിയാ മക്കളെ? 8 ഇരട്ടിയല്ലേ? ആണോ? അതെ, 8 ഇരട്ടി ഇങ്ങോട്ട് എടുക്കണം. ശരിയല്ലേ? അപ്പം 100 ഇൻറ്റു 8 നമ്മുടെ ആൻസർ 800 എന്നല്ലേ മക്കളെ വരുന്നേ? ആൻസർ 800 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 30%ൻ്റെ കൂടെ 160 കൂട്ടിയപ്പം സംഖ്യയുടെ പകുതി കിട്ടിയെന്ന് പറഞ്ഞാൽ 50% കിട്ടിയെന്ന. 30% പ്ലസ് 20% അല്ലേ 50? ആ 20%ൻ്റെ സ്ഥാനത്തല്ലേ അപ്പം 160 കിടക്കുന്നേ? 20% 160ന് തുല്യമാണെങ്കിൽ 100% എത്രയാണെന്ന് നോക്കണം. ആൻസർ 800 ആണ് കറക്റ്റ്. ചെയ്തത് നല്ല ക്ലിയർ ആണോ? പക്കയാണോ? യെസ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എത്രാമത്തെ ടൈപ്പാ? 6 അല്ലേ ചേട്ടാ? 6 ആണ്. അപ്പോൾ ഇനി പഠിക്കാൻ പോകുന്ന ഏതാ? 7ാമത്തെയാണ്. ടൈപ്പ് 7. യെസ്, 7ാമത്തെ ടൈപ്പ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരം ചോദ്യങ്ങൾക്ക് ഒരു സ്റ്റാർ കൊടുത്താൽ നല്ലതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ശരി, ഒരു പരീക്ഷയ്ക്ക് വിജയിക്കാൻ 40% മാർക്ക് വേണം. 100 മാർക്ക് നേടിയ ഒരു കുട്ടി 20 മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടു എങ്കിൽ എത്ര മാർക്കിനാണ് പരീക്ഷ നടത്തിയത്? ചോദ്യം വ്യക്തമാണോ? യെസ്, എത്ര മാർക്കിനാണ് പരീക്ഷ? അപ്പം പരീക്ഷയിൽ ജയിക്കാൻ എത്ര ശതമാനം മാർക്ക് വേണം? 40% മാർക്കുണ്ടെങ്കിലേ നമ്മൾ പാസ്സാകത്തുള്ളൂ. ശരിയല്ലേ? 40%ആണ് പാസ് മാർക്ക്. ഇനി 100 മാർക്ക് നേടിയ കുട്ടി 20 മാർക്കിന് തോറ്റുപോയി എന്ന് പറഞ്ഞാൽ 120 മാർക്ക് വേണം പാസ്സാവാൻ എന്നല്ലേ അർത്ഥം? 100 മാർക്ക് നേടിയ ആള് 20 മാർക്കിന് തോറ്റുപോയി. 100 മാർക്ക് നേടിയ ആള് 20 മാർക്കിന് തോറ്റുപോയാൽ 100 പ്ലസ് 20 120 മാർക്ക് വേണം പാസ്സാവാൻ എന്നാണ് അർത്ഥം. 100 മാർക്ക് നേടിയ ആള് 20 മാർക്കിന് തോറ്റുപോയാൽ 120 മാർക്ക് അല്ലേ? 120 മാർക്ക് ഉണ്ടായാലേ പാസ്സാവത്തുള്ളൂ. 100 മാർക്ക് നേടിയ ആൾ 20 മാർക്കിന് തോറ്റുപോയി. അപ്പം 120 മാർക്ക് വേണം പാസ്സാവാൻ. നമുക്കറിയാം 40% മാർക്കാണ് പാസ്സാവാൻ വേണ്ടത്. അത് 120 മാർക്കാണ്. അപ്പം 40% മാർക്ക് എന്നത് 120 മാർക്കിന് തുല്യമാണ്. ആകെ മാർക്ക് കാണാൻ 100% എന്നത് ഏത് മാർക്കിന് തുല്യമാണ് എന്നറിയണം. അല്ലേ മക്കളെ? എത്ര ഇരട്ടിയായത്?
ഇത് 3 ഇരട്ടിയാണ്. ശരിയല്ലേ? ഇങ്ങോട്ട് 3 ഇരട്ടി എടുത്താൽ ഉത്തരം കിട്ടും. 100 × 3 നമ്മുടെ ആൻസർ 300 എന്നാണ് വരുന്നത് അല്ലേ? 300. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് അല്ലേ? ഇത് എപ്പോഴും കാണാറുണ്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, അതുകൊണ്ടാണ് നമ്മളൊരു സ്റ്റാർ ഇടണം എന്ന് പറഞ്ഞു കേട്ടോ. ഒരു പരീക്ഷയ്ക്ക് വിജയിക്കാൻ 40% മാർക്ക് വേണം. 100 മാർക്ക് നേടിയ കുട്ടി 20 മാർക്കിൻ്റെ കുറവിൽ തോറ്റുപോയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം 40% മാർക്ക് വേണം പാസ്സാവാൻ. 100 മാർക്ക് നേടിയ ആൾ 20 മാർക്കിന് തോറ്റുപോയാൽ 120 മാർക്ക് വേണം പാസ്സാവാൻ. 40% മാർക്ക് എന്നത് 120 മാർക്കാണ്. 100% മാർക്ക് എന്നത് എത്ര മാർക്കിന് തുല്യമാണെന്ന് കണ്ടുപിടിക്കണം. റെഡിയാണല്ലോ? റെഡിയാണ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, അതേ പാറ്റേൺ വേറൊരു ചോദ്യം. ഒരു പരീക്ഷയ്ക്ക് വിജയിക്കാൻ 25% മാർക്ക് വേണം. 25% മാർക്ക് ഉണ്ടെങ്കിൽ വിജയിക്കത്തുള്ളൂ. 75 മാർക്ക് നേടിയ കുട്ടി 50 മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടു. 75 മാർക്ക് നേടിയ ആൾ 50 മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ 125 മാർക്ക് വേണം പാസ്സാവാൻ എന്നല്ലേ? 75 മാർക്ക് നേടിയ ആൾ 50 മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ 125 മാർക്ക് വേണം പാസ്സാവാൻ എന്നാണ് അല്ലേ? അപ്പോൾ 25% മാർക്കാണ് 125 മാർക്ക്. 100% മാർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആണോ? നമുക്കറിയാം മക്കളെ, ഇത് എത്ര ഇരട്ടിയാ? 5 ഇരട്ടിയല്ലേ? അപ്പം 5 ഇരട്ടി ഇങ്ങോട്ട് എടുത്താൽ പോരെ, ആൻസർ 500 എന്ന് കിട്ടും. ശരിയാണോ? ആൻസർ 500. ചെയ്തത് പക്കയാണോ മക്കളെ? യെസ്, ഒന്നുകൂടെ പറയാം. 25% മാർക്ക് വേണം പാസ്സാവാൻ. 75 മാർക്ക് നേടിയ ആൾ 50 മാർക്കിന് തോറ്റുപോയി. അപ്പം 125 മാർക്ക് വേണം പാസ്സാവാൻ. ആണോ? അപ്പോൾ 25% മാർക്ക് 125 മാർക്കിന് തുല്യമാണ്. 100% എന്നത് എത്ര മാർക്കിന് തുല്യമാണെന്ന് കണ്ടുപിടിക്കണം. യെസ്, അടുത്ത ചോദ്യം. 30% മാർക്ക് വേണം പാസ്സാവാൻ. 220 മാർക്ക് നേടിയ കുട്ടി ജയിക്കാൻ വേണ്ടുന്നതിനേക്കാൾ 70 മാർക്ക് കൂടുതൽ നേടി എങ്കിൽ പരീക്ഷയുടെ ആകെ മാർക്ക് എത്രയായിരുന്നു? ഇതാണ് ചോദ്യം. അപ്പോൾ പാസ്സാവാൻ 30% മാർക്കാണ് വേണ്ടത്. പാസ്സാവാൻ 30% മാർക്ക് വേണം. 220 മാർക്ക് നേടിയ ആൾക്ക് ജയിക്കാൻ വേണ്ടുന്നതിനേക്കാൾ 70 മാർക്ക് കൂടുതൽ കിട്ടി. അപ്പോൾ ജയിക്കാൻ വേണ്ടുന്ന മാർക്ക് അറിയാൻ 220 - 70 150 മാർക്കാണ് ജയിക്കാൻ വേണ്ടത് അല്ലേ? 220 മാർക്ക് കിട്ടിയ ആൾക്ക് 70 മാർക്ക് കൂടുതൽ കിട്ടി ജയിക്കാൻ വേണ്ടുന്നതിനേക്കാൾ എന്ന് പറഞ്ഞാൽ 220 - 70 150 മാർക്കായിരുന്നു ജയിക്കാൻ വേണ്ടതെന്ന അർത്ഥം. ഓക്കെ, അപ്പം 30% മാർക്ക് എന്നത് 150 മാർക്കിന് തുല്യമാണ് അല്ലേ? ആകെ മാർക്ക് കാണാൻ 100% എന്നത് എത്ര മാർക്കിന് തുല്യമാണെന്ന് കണ്ടുപിടിക്കണം. ഇത് നമുക്കറിയാം. എത്ര ഇരട്ടിയാ? 30 × 5 അല്ലേ 150. അപ്പോൾ ഇങ്ങോട്ട് 5 ഇരട്ടി എടുത്ത ഉത്തരവായി മക്കളെ എത്രയാണ് ആൻസർ? 500 ആണ് ആൻസർ. 500 ആണ് ആൻസർ. 500 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. ചെയ്തത് നല്ല പക്കയാണോ? എങ്കിൽ മുന്നോട്ട് പോവാം. യെസ്, അടുത്തൊരു ചോദ്യം നല്ല ചോദ്യമാണ്. ഒരു പരീക്ഷയിൽ 32% മാർക്ക് നേടിയ കുട്ടിക്ക് പാസ് മാർക്കിനേക്കാൾ 30 മാർക്ക് കൂടുതൽ കിട്ടി. അതേ പരീക്ഷയിൽ 20% മാർക്ക് നേടിയ കുട്ടി 42 മാർക്കിന് തോറ്റുപോയെങ്കിൽ ആകെ മാർക്ക് എത്രയായിരുന്നു? അപ്പോൾ രണ്ടാളുകളുടെ കമ്പാരിസൺ എവിടെ വന്നേക്കുന്നത് അല്ലേ? രണ്ടാളുകളുടെ കമ്പാരിസൺ. ഒന്നാമത്തെ ആൾ 32% മാർക്ക് നേടിയ ആളാണ്. ശരിയല്ലേ? അയാൾക്ക് സംഭവിച്ചത് പാസ് മാർക്കിനേക്കാൾ 30 മാർക്ക് കൂടുതൽ അയാൾ നേടി എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ആൾക്ക് ആകെ കിട്ടിയത് 20% മാർക്കാണ്. ആണോ? അയാൾ 42 മാർക്കിന് തോറ്റുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? എങ്കിൽ ആകെ മാർക്ക് എത്രയായിരുന്നു എന്നതാണ് ചോദ്യം. അപ്പോൾ ഒരാൾക്ക് 32% മാർക്ക് കിട്ടി, രണ്ടാമത്തെ ആൾക്ക് 20% മാർക്ക് കിട്ടി, ഒരാൾക്ക് പാസ് മാർക്കിനേക്കാൾ 30 മാർക്ക് കൂടുതൽ കിട്ടി, രണ്ടാമത്തെ ആൾക്ക് പാസ് മാർക്കിനേക്കാൾ 42 മാർക്ക് കുറവായി. എങ്കിൽ ആകെ മാർക്ക് എത്രയായിരുന്നു എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഈ 2 പേർക്കും കിട്ടിയ മാർക്കുകളുടെ ശതമാനത്തിലെ വ്യത്യാസം എത്രയാണ്?
12% ഇവർക്ക് കിട്ടിയ മാർക്ക് ശതമാനത്തിലെ വ്യത്യാസം. ഒരാൾക്ക് 32% മാർക്ക് കിട്ടി പരീക്ഷയ്ക്ക്, രണ്ടാമത്തെ ആൾക്ക് 20% മാർക്കേ കിട്ടിയുള്ളൂ. അപ്പോൾ 12% മാർക്കിൻ്റെ വ്യത്യാസമുണ്ട്. എത്ര ശതമാനം മക്കളെ? 12% മാർക്കാണ് ഇവർ തമ്മിൽ ശതമാനത്തിലെ വ്യത്യാസം. ഇവർ തമ്മിൽ മാർക്കിലെ വ്യത്യാസം എത്രയാണ്? അപ്പോൾ നിങ്ങൾ പറയും സാറേ ഒരാൾക്ക് 30 ഒരാൾക്ക് 42, മാർക്കിലെ വ്യത്യാസം 12 പറയും. അല്ല മക്കളെ, 30 മാർക്ക് കിട്ടിയെന്നല്ലല്ലോ പറഞ്ഞേ, പാസ് മാർക്കിനേക്കാൾ 30 കൂടുതൽ കിട്ടിയെന്നല്ലേ പറഞ്ഞേക്കുന്നത്. 42 മാർക്ക് കിട്ടിയെന്നല്ലല്ലോ പറഞ്ഞേക്കുന്നത്, പാസ് മാർക്കിനേക്കാൾ 42 മാർക്ക് കുറവായി പോയെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം ഈ ഒന്നാമത്തെ ആൾക്ക് കിട്ടിയ മാർക്കും രണ്ടാമത്തെ ആൾക്ക് കിട്ടിയ മാർക്കും തമ്മിലുള്ള വ്യത്യാസം ഇത് കൂട്ടുന്നതായിരിക്കും മക്കളെ. അതായത് ഇവർക്ക് മാർക്കുകളുടെ വ്യത്യാസം 72 മാർക്കിൻ്റെ വ്യത്യാസമുണ്ട്. കാരണം ഒന്ന് പാസ് മാർക്ക് എന്ന ബേസിനെ ബേസ് ചെയ്ത് അവർ പറയണേ, ഒന്ന് പാസ് മാർക്കിനേക്കാൾ 30 കൂടുതൽ, ഒന്ന് പാസ് മാർക്കിനേക്കാൾ 42 കുറവ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ 72 മാർക്കിൻ്റെ വ്യത്യാസമുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവാൻ ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം മക്കളെ. പാസ് മാർക്ക് 50 വിചാരിക്കുക. പാസ് മാർക്ക് 50 ഒന്നാമത്തെ ആൾക്ക് 30 മാർക്ക് കൂടുതൽ കിട്ടി പാസ് മാർക്കിനേക്കാളെന്നല്ലേ. അപ്പോൾ ഒന്നാമത്തെ ആൾക്ക് കിട്ടിയത് 80 മാർക്കായിരിക്കും, ആണോ? രണ്ടാമത്തെ ആൾക്ക് 42 മാർക്ക് കുറവാണ് പാസ് മാർക്കിനേക്കാളെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ആൾക്ക് കിട്ടിയത് 8 മാർക്കായിരിക്കും, എന്നാലേ 50നേക്കാൾ 42 കുറവ്. കണ്ടോ? അപ്പോൾ ഇവർക്ക് കിട്ടിയ മാർക്കുകളുടെ വ്യത്യാസം 72 അല്ലേ മക്കളെ? കണ്ടോ? പാസ് മാർക്ക് 50 അസ്യൂം ചെയ്തിട്ട് ചെയ്തതാ. പാസ് മാർക്ക് 50 ഒന്നാമത്തെ ആൾക്ക് 80 മാർക്ക് കിട്ടും, രണ്ടാമത്തെ ആൾക്ക് 8 മാർക്ക് കിട്ടും. അപ്പോൾ ഒന്നാമൻ്റെയും രണ്ടാമൻ്റെയും മാർക്കുകൾ വ്യത്യാസം 72 ആയിരിക്കും. നിങ്ങൾ പാസ് മാർക്ക് ഏതെടുത്ത് ചെയ്താലും വ്യത്യാസം 72. ഇനി പാസ് മാർക്ക് 100 അസ്യൂം ചെയ്യാം. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ആൾക്ക് കിട്ടിയത് 130 മാർക്ക് അല്ലേ, രണ്ടാമത്തെ ആൾക്ക് കിട്ടിയത് 42 മാർക്ക് കുറവെന്ന് പറഞ്ഞാൽ 58 മാർക്ക് അല്ലേ. അപ്പോൾ ഇവർക്ക് കിട്ടിയ മാർക്കുകൾ വ്യത്യാസം 72 അല്ലേ. അപ്പോൾ പാസ് മാർക്ക് ഏതാണെങ്കിലും ഈ ഒന്നാമനും രണ്ടാമനും കിട്ടുന്ന മാർക്കുകളുടെ വ്യത്യാസം എപ്പോഴും 72 ആയിരിക്കും. കാരണം ഒന്ന് പാസ് മാർക്കിനേക്കാൾ 30 കൂടുതൽ, ഒന്ന് പാസ് മാർക്കിനേക്കാൾ 42 കുറവ്. അപ്പോൾ വ്യത്യാസം എപ്പോഴും ഇത് രണ്ടും കൂടെ കൂട്ടുന്നതായിരിക്കും, മറക്കണ്ട കേട്ടോ. അപ്പം 12% ശതമാനത്തിലെ വ്യത്യാസം, മാർക്കിലെ വ്യത്യാസം 72. അപ്പോൾ 12% മാർക്ക് എന്ന് പറഞ്ഞാൽ 72 മാർക്കാണ്. 100% മാർക്ക് എന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ശരിയാണോ മക്കളെ? ഓക്കെ, നമുക്കറിയാം ഇത് എത്ര ഇരട്ടിയാ? 12 × 6 കേട്ടോ 72. അപ്പോൾ 100 × 6 ഉത്തരം എത്ര കിട്ടും നമുക്ക്? 600 എന്ന ആൻസർ കിട്ടും. 600 600 600. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അപ്പോൾ ഈ മോഡൽ ചോദ്യങ്ങൾ ചെയ്തത് നന്നായിട്ട് മനസ്സിലായോ? ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചൊരു ഐഡിയ ആയോ? അപ്പോൾ ഇതൊക്കെ എക്സാമിന് റിപ്പീറ്റായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇവിടെ ശതമാനത്തിലെ വ്യത്യാസം 12. ഒരാൾക്ക് 32% മാർക്ക് കിട്ടി, ഒരാൾക്ക് 20% മാർക്ക് കിട്ടി. അപ്പോൾ ശതമാനത്തിലെ വ്യത്യാസം 12%. ഇനി ഒരാൾക്ക് പാസ് മാർക്കിനേക്കാൾ 30 കൂടുതൽ, ഒരാൾക്ക് പാസ് മാർക്കിനേക്കാൾ 42 കുറവ്. അപ്പോൾ ഈ 30 42 കൂട്ടുന്നതായിരിക്കും മാർക്കിലെ വ്യത്യാസം 72. കേൾക്കുന്നുണ്ടോ? 12% 72 തുല്യമാണെങ്കിൽ 100% ഏതിന് തുല്യമാണെന്ന് നോക്കി ഉത്തരമായി. റെഡിയല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ഈ ചോദ്യങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഒത്തിരി ലെങ്തി ആയിട്ട് പോയാൽ നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഒരു ബുദ്ധിമുട്ടും മടുപ്പും വരും. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത പാർട്ട് വീഡിയോയിൽ കാണാം. തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്, മടി കാണിക്കരുത്. ക്ലാസ് കാണുന്നവരെല്ലാവരും നിർബന്ധമായിട്ട് ഇപ്പം തന്നെ ആ ലൈക്ക് ഒന്ന് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ മക്കളെ. താങ്ക്